ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷ ദില്ലി ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, എന്താണ് ജാമ്യാപേക്ഷ തള്ളുന്നതിന് കാരണമായി പറയുന്നത്? നിലവിൽ പോലീസിന്റെ വാദം എന്തായിരുന്നു? സിജു, 10 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ദില്ലി കലാപ വിശാല ഗൂഢാലോചന കേസിലാണ് ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം ഉൾപ്പെടെ 10 പേരും ജാമ്യാപേക്ഷ നൽകിയത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്ന സാഹചര്യമാണ്. നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതാണെങ്കിലും ഇതിൻ്റെ ട്രയൽ പൂർത്തിയാകാതെ ജാമ്യം നൽകരുത് എന്നൊരു നിലപാടാണ് പോലീസ് ഇന്ന് കോടതിയിൽ സ്വീകരിച്ചത്. എന്തായാലും പോലീസിൻ്റെ ഒരു ആവശ്യം കണക്കിലെടുത്ത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതിൽ ഉമർ ഖാലിദ്, തസ്ലീം അഹമ്മദ്, അതോടൊപ്പം തന്നെ മീരൻ ഹൈദർ ഉൾപ്പെടെയാണ് 10 പേർ ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെയും ഇവർ 3-4 തവണ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും അപ്പോഴൊക്കെ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ അത് തള്ളുന്ന ഒരു നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചത്. കഴിഞ്ഞ 2020 ഇവരെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് ദില്ലി കലാപത്തിൽ ഏകദേശം 53 പേർക്കാണ് ജീവൻ നഷ്ടമായത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. ആ ദില്ലി കലാപത്തിന് പിന്നാലെയാണ് ഇതിൽ വലിയ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് ഈ 10 പേരെയും ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് മുതൽ ഇവർ പിന്നീട് പുറത്തിറങ്ങിയിട്ടില്ല, ജാമ്യം ഇവർക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കോടതിയിലേക്ക് എത്തിയപ്പോൾ ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയത് നിലവിൽ ദില്ലി പോലീസ് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചതാണ്, വിചാരണ മാത്രമാണ് ബാക്കിയുള്ളത്. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന വാദം അല്ലെങ്കിൽ എതിർപ്പെന്ന് പറയുന്നത് ഇവർ ചെയ്ത കുറ്റം രാജ്യത്തിന് എതിരായിട്ടുള്ള കുറ്റമാണ്, അതുകൊണ്ട് തന്നെ വിചാരണ പൂർത്തിയാകുന്നതുവരെ ഇവർക്ക് ജാമ്യം നൽകരുത് എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. സിജു. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.